അവഗണനയുടെ ചരിത്രത്തിൽ നിന്നും വികസനത്തിന്റെ കുതിപ്പിലാണ് മലപ്പുറത്തിന്റെ തീരദേശ മണ്ഡലങ്ങളിൽ ഒന്നായ താനൂർ. കിഫ്ബിയുടെ സഹായത്തോടെയാണ് താനൂർ വികസന കുതിപ്പിലേക്ക് നീങ്ങുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാൽ വീർപ്പുമുട്ടുകയായിരുന്നു മലപ്പുറം ജില്ലയിലെ പല പ്രദേശങ്ങളും. ജനസാന്ദ്രതയേറെയുള്ള മലപ്പുറത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് വികസന രംഗത്ത് വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ കിഫ്ബിയുടെ സഹായത്തോടെ പശ്ചാത്തല മേഖലയിൽ ജില്ലയിൽ ഇപ്പോൾ നടക്കുന്നത് വൻ വികസനമാണ്. കിഫ്ബി കേരളത്തിന്റെ പൊതുവികസനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയതാണ്. ഒരു കിഫ്ബി സംവിധാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളം ഇനിയും പിന്നോട്ട് പോകുമായിരുന്നു. ഇപ്പോൾ നമ്മൾ കാലത്തിനും അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന രീതിയിൽ വന്നു. ഇപ്പോൾ സയൻസ് പാർക്ക്, നാഷണൽ ഹൈവേ തുടങ്ങിയിട്ടുള്ള നിരവധി പദ്ധതികൾ ഇനിയാൽ ഒഴുങ്ങാത്ത പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയത് കിഫ്ബിയാണ്. നമ്മുടെ റോഡുകൾ, അപ്പോൾ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്കും ഒക്കെ തന്നെ കിഫ്ബി നൽകിയുള്ള സംഭാവനകൾ ഇതാണ്. അത് എല്ലാ മണ്ഡലങ്ങളും പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പം മലപ്പുറം ജില്ലയുടെ കാര്യം തന്നെ എടുത്താൽ മലപ്പുറം ജില്ലയിൽ ഭരണ പ്രതിപക്ഷം എന്നുള്ള വ്യത്യാസമല്ല. എനിക്ക് പറയാൻ കഴിയും, അവിടുത്തെ ഭരണപക്ഷ MLA-മാരെക്കാൾ കൂടുതൽ കിഫ്ബി ഫണ്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രതിപക്ഷ മുസ്ലിം ലീഗിൻ്റെ MLA-മാർ. അതിന് കാരണം എന്താ പറയുക, വർഷങ്ങളായി ആ മണ്ഡലങ്ങളിൽ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ UDF ഭരിക്കുന്ന കാലത്തും അവർക്ക് ആവശ്യമായ പരിഗണനയോ പണമോ ഒന്നും ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഇടതുപക്ഷ ഗവൺമെൻറ് കിഫ്ബി മുഖാന്തരം നടത്തിയിട്ടുള്ള പദ്ധതികൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ MLA-മാർക്ക് പോലും ഇത്രയധികം പണം അനുവദിക്കാൻ നമുക്ക് കഴിയും. മന്ത്രി വി അബ്ദുറഹ്മാന്റെ നിയോജക മണ്ഡലം എന്ന നിലയിൽ താനൂരും വികസന കുതിപ്പിലാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പിന്നോക്ക മണ്ഡലമായിരുന്ന താനൂരിന്റെ മുഖച്ഛായ മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ താനൂർ മണ്ഡലം സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, റോഡുകൾ, അങ്ങനെ തുടങ്ങി കുടിവെള്ള പദ്ധതി തുടങ്ങി നിരവധി പദ്ധതികൾ കിഫ്ബി മൂലം നടപ്പിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ ഏറ്റവും നല്ല വിദ്യാലയങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ ഫിഷറീസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകോത്തര നിലവാരം തന്നെ പറയാം. മത്സ്യത്തൊഴിലാളികൾ പഠിക്കുന്നൊരു വിദ്യാലയമാണ്. അവിടെ സ്വന്തമായി വലിയ ഗാലറിയുള്ള ഒരു സ്റ്റേഡിയം വന്നു, വാന നിരീക്ഷണ കേന്ദ്രം വന്നു, അക്വേറിയം വന്നു, പുതിയ കെട്ടിടങ്ങൾ വന്നു, പുതിയ കോൺഫറൻസ് ഹാൾ വന്നു, പുതിയ സ്റ്റേഡിയം കൂടാതെ തന്നെ നിരവധി കുട്ടികൾ കളിക്കാനുള്ള ഗ്രൗണ്ടുകൾ, ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ വന്നു. അപ്പം കുട്ടികളുടെ പഠന നിലവാരം അത് പാഠ്യപദ്ധതികൾ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങൾ പോലും അവരെ മുന്നോട്ട് നയിക്കാനുള്ള പണം ഉപയോഗിക്കാൻ കഴിഞ്ഞ കിഫ്ബിയിലൂടെ അത് വലിയൊരു മാറ്റമാണ്. വേണ്ടത്ര ക്ലാസ് റൂമുകളോ ലാബ് സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന വിദ്യാലയങ്ങൾ ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ സമൃദ്ധിയിലാണ്. 3 കോടി രൂപ ചെലവിലാണ് കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കൃത്യമായിട്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടത് സ്കൂളിലെ ക്ലാസ് റൂമുകളുടെ അപര്യാപ്തതയായിരുന്നു. അപ്പോൾ അപര്യാപ്തയുണ്ട്. ഇതെങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ലാതെ നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ താൽക്കാലികമായിട്ട് ചില പരിഹാരങ്ങളൊക്കെ കണ്ടു. പക്ഷേ താൽക്കാലികമായ പരിഹാരങ്ങൾക്ക് അപ്പുറം നമുക്ക് ശാശ്വതമായിട്ടൊരു പരിഹാരം വേണമായിരുന്നു. കാരണം ഇവിടെ +1 അഡ്മിഷൻ വരുന്ന കുട്ടികൾ ഈ ക്ലാസ് റൂമുകളുടെ അപര്യാപ്തത മൂലം ഈ സ്കൂളിൽ നിന്ന് വിടുതൽ വാങ്ങിയിട്ട് വേറെ സ്കൂളുകളിൽ പോവാം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് എങ്ങും അഡ്മിഷൻ കിട്ടാത്ത ഒരു അക്കാദമികമായിട്ട് നിലവാരം കുറഞ്ഞ കുട്ടികൾ, അവരെ നമ്മൾ പഠിപ്പിക്കേണ്ട എന്നല്ല പറയുന്നത്. എങ്കിൽ പോലും നമുക്കൊരു എത്രയൊക്കെ പറഞ്ഞാലും അക്കാദമിക മികവ് ഒരു സ്കൂളിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ നമുക്കൊന്ന് തടയാം, എങ്ങനെ ഈ ക്ലാസ് റൂമുകളുടെ അപര്യാപ്തത നമുക്ക് പരിഹരിക്കാം എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോഴാണ് ഒരു പ്രാവശ്യം നമ്മൾ MLA ഓഫീസിൽ പല പ്രാവശ്യം നമ്മൾ MLA ഓഫീസിൽ പോകാറുണ്ട്. പലപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് അവിടെ നിന്ന് ഉണ്ടാവാറുള്ളത്. ഒരു മന്ത്രിയുടെ ഓഫീസിൽ ചെന്നതുപോലെ, ഒരു MLA-യുടെ ഓഫീസിൽ ചെന്നതുപോലെയുള്ള ഒരു പരിഗണനയല്ല നമുക്ക് കിട്ടുക. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഒരു പെരുമാറുക. എനിക്കാണെങ്കിൽ MLA-യെ ഇതിന് മുൻപും അറിയാം. ഞാൻ ഫിഷറി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഫിഷറി സ്കൂളിലേക്ക് അവരുടെ മുഖച്ഛായ തന്നെ മാറ്റിയ ഒരനുഭവം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെന്ന് കണ്ടപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ആദ്യം ഒന്ന് ശോഭിച്ചു, എന്നിട്ട് പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ക്ലാസ് റൂം അപര്യാപ്തത ഉണ്ട് എന്നുള്ള കാര്യം ഇതുവരെ ഈ സ്കൂളിൽ നിന്ന് അറിയിച്ചിട്ടില്ല എന്നൊരു ചോദ്യമാണ് ആദ്യം നേരിട്ടത്. ഞങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് PWD നമുക്ക് 3.5 കോടിയുടെ ഒരു കെട്ടിടം കിഫ്ബി വഴി 3.5 കോടിയുടെ ഒരു തുക അനുവദിച്ചതായിട്ട് അറിയിച്ചു. അപ്പോൾ അത് നമുക്ക് വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ മാർച്ചിൽ പണി തുടങ്ങി നമുക്കൊരു ഓഗസ്റ്റോട് കൂടി നമുക്ക് പണി അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് 6 ലാബ് കെട്ടിടങ്ങളും 3 ക്ലാസ് റൂമുകളും നമുക്ക് കിട്ടും. അപ്പോൾ 6 ലാബ്
ലാബ് എന്ന് പറയുന്നത് സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അങ്ങനെയുള്ള വിഷയങ്ങൾ ഇവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ലാബിൻ്റെ അപര്യാപ്തത വളരെ പ്രശ്നമുള്ള കാര്യമാണ്. കാരണം ഒരു ലാബ് കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ആ പഠിക്കുന്ന വിഷയത്തോട് ഗൗരവം ഉണ്ടാവുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും തട്ടിക്കൂട്ടി ഒരിടത്ത് ഇരുത്തുന്ന പോലെയല്ലോ, കൃത്യമായൊരു ലാബ് സംവിധാനം ഇവിടെ കൃത്യമായിട്ട് കുട്ടികളെ അധ്യാപകർ പഠിപ്പിക്കുക. ആ ഒരു ക്ലാസ് വളരെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് റൂം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് പഠന പ്രക്രിയയോടും താല്പര്യം ഉണ്ടാവും. അതുപോലെ തന്നെ സ്കൂളിനോടും ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് സ്കൂളിനോട് വളരെ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അത് പുറത്തേക്ക് എത്തും, നമ്മുടെ സ്കൂളിലേക്ക് വീണ്ടും വീണ്ടും കുട്ടികൾ എത്തിച്ചേരുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ പ്രിൻസിപ്പൾ ഇന്ന് അറിഞ്ഞ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ഡിസിപ്ലിൻ ഉണ്ടാക്കാനും കുട്ടികളുടെ പഠന പ്രക്രിയയ്ക്ക് കൂടുതൽ പുരോഗമനം ഉണ്ടാക്കാനും കഴിയുന്ന ഒരു വളരെ വലിയ മാറ്റത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത്. കായിക രംഗത്തും വലിയ മാറ്റമാണ് താനൂരിൽ കിഫ്ബിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കായിക രംഗത്ത് പുതുതലമുറയെ വളർത്തിയെടുക്കാനായി കോടികളുടെ മുതൽ മുടക്ക് ഈ മേഖലയിൽ കിഫ്ബി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയാവുന്നതാണ് കാട്ടിലങ്ങാടി സ്റ്റേഡിയം. 1.5 കോടിയിലേറെ രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന സ്റ്റേഡിയം കായിക മേഖലയിൽ താനൂരിനപ്പുറം മലപ്പുറത്തിനു തന്നെ വലിയ മുതൽക്കൂട്ടാകും. കളിക്കളങ്ങൾ കിഫ്ബിയിലൂടെ നമുക്ക് ധാരാളം കളിക്കളങ്ങൾ താനൂരിൽ കിട്ടി. കേരളത്തിൽ തന്നെ കിഫ്ബി മുഖാന്തരം 1200ഓളം കോടിയുടെ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരികയാണ്. ഇതെല്ലാം തന്നെ കേരളത്തിന് ലഭ്യമായിട്ടുള്ള കിഫ്ബി ഫണ്ടിൻ്റെ പ്രാതിനിധ്യം അത് അതേ രീതിയിൽ തന്നെ മലപ്പുറം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളും കിട്ടി താനൂരിലും നല്ല രീതിയിൽ തന്നെ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ ഗുണഫലം താനൂരിലെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നു. താനൂരിന്റെ വേഗതയ്ക്ക് പലപ്പോഴും തടസ്സമായിരുന്നത് തെയ്യാല റെയിൽവേ ക്രോസിംഗ് ആയിരുന്നു. എന്നാൽ കിഫ്ബിയുടെ സഹായത്തോടെ 33 കോടി രൂപ 66 ലക്ഷം രൂപ ചെലവഴിച്ച് തെയ്യാലയിൽ റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിച്ചതോടുകൂടി താനൂരിന്റെ വികസനത്തിന് പുതിയ വേഗം കൈവന്നു. കിഫ്ബി പദ്ധതികളുടെ ഭാഗമായിട്ട് താനൂരിൽ വന്ന ഏറ്റവും വലിയ ഒരു പദ്ധതികളിലൊന്ന് താനൂർ തെയ്യാല റെയിൽവേ മേൽപ്പാലമാണ്. കഴിഞ്ഞ ഒരു 7 പതിറ്റാണ്ടായിട്ട് താനൂരിൻ്റെ ഒരു ഗതാഗത പ്രശ്നം തന്നെയായിരുന്നു താനൂർ റെയിൽവേ മേൽപ്പാലം വരിക എന്നുള്ളത്. താനൂർ റെയിൽവേ സ്റ്റേഷനും ഈ പറയപ്പെടുന്ന റെയിൽവേ ഗേറ്റും തമ്മിൽ വെറും 50 മീറ്ററിൻ്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. ദിനേന ഒരു 34ഓളം ട്രെയിനുകൾ കടന്നു പോകുന്ന ട്രാക്കാണ്, കൂടാതെ ഗുഡ്സ് വണ്ടികൾ വേറെയും. അപ്പോൾ ഒരു ഏറ്റവും ചുരുങ്ങിയത് 2020 ശേഷം ഒരു 5 മിനിറ്റ് ഗ്യാപ്പിലെങ്കിലും ഗേറ്റ് അടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരം ഗതാഗത പ്രശ്നം താനൂർ ടൗണ് വരെ നീളുന്ന ഒരു ക്യൂ ആയിട്ടായിരുന്നു ഒരു ഭാഗം നീണ്ടുപോയിരുന്നത്. അതിൽ നിന്നൊരു മോചനം കിഫ്ബി പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി ഈ റെയിൽവേ മേൽപ്പാലം പണി തീർന്നതോട് കൂടിയിട്ട് വലിയ ഒരു ആശ്വാസമാണ് താനൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് താനൂരിലെ ടാക്സി, ഓട്ടോ ടാക്സി, ഗുഡ്സ് വണ്ടി, ഒരു ഓട്ടോ ശരിക്കും ഇപ്പം നമ്മൾ താനൂരിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ വെറും ഒരു 30 രൂപ 40 രൂപയായിരുന്നു ഓട്ടോക്കാർ മേടിച്ചിരുന്നത്. അതിന് അരമണിക്കൂറോളം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു താനൂരിലെ സാധാരണപ്പെട്ട ഓട്ടോക്കാർക്കുണ്ടായിരുന്നത്. അത് ഇപ്പം ഇന്ന് 1 മിനിറ്റ് കൊണ്ട് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേവലം നിർമ്മിതികൾക്കപ്പുറം സാധാരണക്കാരന്റെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നൽകുന്ന വികസനമാണ് കിഫ്ബിയുടെ നേതൃത്വത്തിൽ താനൂരിൽ നടക്കുന്നത്. കിഫ്ബി വന്നതിന് ശേഷം ഏറ്റവും വലിയൊരു മാറ്റം വന്നിട്ടുള്ളത് കടലുണ്ടി റോഡ്. പണ്ട് കാലത്ത് വലിയ പ്രശ്നങ്ങളായിരുന്നു തിരൂർ താഴെപ്പാലം മുതൽ താനൂരിൻ്റെ അതിർത്തിയായ പൂരപ്പുഴ വരെയുള്ള റോഡ്. ഈ 10 കിലോമീറ്റർ റോഡ് കിഫ്ബി പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം ഇപ്പോൾ 5 വർഷത്തിന് മുകളിലായി ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ട് നല്ല ഗുണനിലവാരത്തിൽ ഇന്നും യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കാതെ കിഫ്ബിയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ആ റോഡ് നിർമ്മിച്ചതോട് കൂടിയിട്ട് വലിയൊരു ഗതാഗത പ്രശ്നം തന്നെയാണ് മാറിയിട്ടുള്ളത്. ഇപ്പോൾ ഹൈവേ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ കോഴിക്കോട് നിന്ന് എറണാകുളം പോയിരുന്ന ഏറ്റവും വലിയൊരു പാതയായിരുന്നു, സംസ്ഥാന പാതയായിരുന്നു കടലുണ്ടി തിരൂർ റോഡ്. അത് കിഫ്ബി വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു പദ്ധതികളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതോടൊപ്പം തന്നെ താനൂരിലെ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂള്, കാട്ടിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റേഡിയം, സ്വിമ്മിംഗ് പൂളോട് കൂടിയിട്ടുള്ള ഒരു വലിയൊരു സ്റ്റേഡിയം സമുച്ചയമാണ് താനൂർ കാട്ടിലങ്ങാടിയിൽ പണിതിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വലിയ മാറ്റങ്ങൾ, വലിയ തരത്തിലുള്ള മാറ്റമാണ് ഫിഷറീസ് ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. മുഴുവൻ കെട്ടിടങ്ങളും പഴയത് പൊളിച്ചു മാറ്റി വലിയ മാസ്റ്റർ പ്ലാനോട് കൂടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയിട്ട് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കിഫ്ബി പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട സ്ഥലം MLA വി അബ്ദുറഹ്മാൻ വലിയൊരു മുന്നേറ്റമാണ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, മലപ്പുറം.